നമസ്കാരം, എല്ലാവർക്കും കുട്ടീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അത് കറി വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മുടെ ചാനലിലാണെങ്കിൽ ഇതുവരെ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുമില്ല. ഞാൻ ഓർത്ത് ഒരു കുക്കിംഗ് വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചേ. അപ്പോൾ നല്ല കോട്ടയം സ്റ്റൈലിലുള്ള മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ മീനൊക്കെ വെട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വറക്കാനായിട്ട് ഇച്ചിരി മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊടിയെല്ലാം ഞാൻ നേരത്തെ ഇട്ടു, അതിൻ്റെ ഒന്നും വീഡിയോ ഇട്ടില്ല. അപ്പോൾ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടാണ് പിന്നെ വരയാനായിട്ടൊക്കെ ചെയ്തത്. നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ കൈയൊക്കെ കഴുകാനും എളുപ്പമാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ വറക്കാനുള്ളതെല്ലാം പുരട്ടി വെക്കുന്നത്. അങ്ങനെ വറക്കാനുള്ള മീനെല്ലാം പുരട്ടി അങ്ങ് വെക്കുവാണേ. പിള്ളേർക്ക് വറക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ശകലം മീൻ എക്സ്ട്രാ ചേട്ടൻ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മത്തിയും കൂടെ ആ ചേട്ടൻ ഇതിൻ്റെ കൂടെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നു മീൻ? തിരിയാൻ എന്ന് പറയുന്ന മീനായിരുന്നു കേട്ടോ. പല നാട്ടിലും പല പേരായിരിക്കും, നമ്മുടെ ഇവിടെ തിരിയാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മീനും മത്തിയും കൂടെയാണ്. മത്തി പിള്ളേർക്ക് വറുത്ത് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഇട്ട് തരുന്നതാണ്. നമുക്ക് സ്ഥിരം വാങ്ങിക്കുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടനാണേ നമുക്ക് മീനൊക്കെ ചെയ്ത് തന്നെ. അപ്പം ഞാൻ മീനെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് ബാക്കിയുള്ളത്. അപ്പം മീൻ കറിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ട് ചട്ടി ചൂടായപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛനും നിപ്പുണ്ട്. അച്ഛൻ ഈ എന്താണെന്ന് പറയുക, നമ്മുടെ പശ ഉണ്ടാക്കുകയാണ്, ഷർട്ടൊക്കെ മുക്കാനായിട്ടുള്ള പശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും ഞാനും കൂടെ നിന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടാണ് പാചകം ചെയ്യുന്നത്. നമുക്ക് ഒരാൾ ഹെൽപ്പുണ്ടെങ്കിൽ, ഹെൽപ്പല്ല, ഇങ്ങനെ അടുക്കളയിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു റിലാക്സേഷനും ആകും, നമ്മളുടെ കാര്യങ്ങൾ അതിൽ കൂടി അങ്ങ് നടന്നു പോവുകയും ചെയ്തോളും. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ മടുക്കത്തില്ല. ഗേൾസിന് അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇടുന്നത് ഉലുവയാണ്. ഒരു ശകലം ഉലുവ ചേർത്താൽ മതി, ഒരുപാട് ഉലുവയൊന്നും ആവരുത്, ഇച്ചിരി ഉലുവ ചേർക്കണം കേട്ടോ. എന്നാലേ ആ ഒരു മീൻകറിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കോട്ടയം സ്റ്റൈലിലെ മീൻകറി വെക്കുമ്പോഴത്തേക്ക് കുടംപുളി ഇട്ട് വെക്കുന്ന മീൻകറിയാണല്ലോ. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കുടംപുളി ഒന്നും അല്ല, ചിലർ തക്കാളി ഇടും, ചിലർ വാളംപുളി ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ കുടംപുളി ഇട്ട് വെച്ച മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തായാലും ഉലുവ ചേർക്കണം. അപ്പോൾ ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടുവേ. തീ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത്, എന്നാൽ ഒരുപാട് ബ്രൗൺ ആകുകയും ചെയ്യരുത്. അറിയാമല്ലോ, വീട്ടമ്മമാർക്കൊക്കെ അറിയാമല്ലോ. തുടക്കക്കാർക്കാണെങ്കിലും ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ നമുക്ക് ഉള്ളിയുടെയൊക്കെ കളറ് മാറി വരുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ. ഇച്ചിരി നേരം നമ്മളൊരു 10-15 മിനിറ്റോളം നമ്മൾ വഴറ്റി എടുക്കണേ. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുവേ, ഇത് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടുമ്പോഴത്തേക്കാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നതെന്ന് പറയും. അപ്പം നമ്മളും ആ രീതി തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മളുടെ കറികൾക്കും നല്ല ടേസ്റ്റ് കിട്ടാൻ ഇങ്ങനത്തെ ടിപ്പൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, കുറച്ച് കളറ് മാറി വരുന്നുണ്ട്. അപ്പം ഞാനും അച്ഛനും കൂടെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളും നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഉള്ളി വഴന്ന് വരാൻ കുറച്ച് സമയമാവുമല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ പറമ്പിൽ പോയി ഇച്ചിരി കരിവേപ്പില എടുത്തുകൊണ്ട് വന്നു. ഈ വഴന്ന് വരുന്ന ആ സമയത്ത് കരിവേപ്പില ഇടുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അടുക്കള ഫുള്ളിങ്ങനെ വ്യാപിച്ച് കിടക്കും ആ കറിവേപ്പിലയുടെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കരിവേപ്പിലയ്ക്ക് അത്രയ്ക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. നാടൻ കരിവേപ്പിലയാകുമ്പോൾ, നമ്മുടെയൊക്കെ വീടുകളിലുള്ള നാടൻ കരിവേപ്പിലയൊക്കെ ആകുമ്പം അതിൻ്റെ സ്മെല്ലൊന്ന് വേറെയാണ്. ഈ മീൻ കറിക്ക് സ്വാദ് കൂട്ടുന്നതിൽ വേറൊരു പ്രധാന ഘടകമാണ് കേട്ടോ കരിവേപ്പില. കരിവേപ്പില എത്ര ഇടാൻ പറ്റുമോ അത്രയും ഇടുന്നത് നല്ലതാണ്. നമ്മളുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഒക്കെ
നല്ലതാണ് കറിവേപ്പില. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളാരും ഇത് കഴിക്കത്തില്ല. കറിവേപ്പില ഉപയോഗിക്കുന്നത് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മളൊക്കെ അതൊരു മൂലയ്ക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിക്കേണ്ട സാധനം തന്നെയാണ് കേട്ടോ. നമ്മളുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ല സാധനമാണ്. അത് വരവ് കറിവേപ്പിലയല്ല, ഈ പറയുന്ന രീതിയിൽ നാടൻ കറിവേപ്പിലയാണെങ്കിൽ നമുക്കത് കഴിക്കാം. വരവ് കറിവേപ്പിലയെക്കുറിച്ച് ഞാൻ അങ്ങനെ കൂടുതൽ പറയുന്നില്ല. അത് എന്തൊക്കെ കെമിക്കൽ ചേർത്താണ് വരുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പറഞ്ഞത് ഈ സമയം പോയതറിഞ്ഞില്ല, നമ്മുടെ ഉള്ളി അങ്ങ് വഴന്നു. അപ്പം ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച പച്ചമല്ലി വാങ്ങിച്ചിട്ട് വറുത്ത് പൊടിച്ച് എടുത്തേക്കുന്ന മല്ലിപ്പൊടിയാണ്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എരിവുള്ള മുളക് പൊടി ചേർക്കാൻ എനിക്ക് ഇച്ചിരി പേടിയാണ്. കാരണം എങ്ങാനും എരിവ് കൂടി പോയിട്ടുണ്ടല്ലോ എങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിലും അധികം എരിവ് വേണ്ടെന്ന് പറഞ്ഞാൽ എരിവ് വേണം താനും, പക്ഷേ അധികമാകരുത് താനും. അങ്ങനെ മീൻകറിക്ക് എരിവും പുളിയും ഒന്നും ഇല്ലെങ്കിൽ അത് കഴിക്കാനും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ മീൻകറി വെക്കുമ്പം എന്തായാലും ശകലം എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാകൂ. ഇവിടെ പിള്ളേർക്കാണെങ്കിലും എരിവ് കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കൂടുതലും ഈ കാശ്മീരിയാണ് കറികൾക്കെല്ലാം യൂസ് ചെയ്യുന്നത്. കാശ്മീരി മുളകാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളും കണക്കുമൊക്കെ എനിക്കറിയത്തുള്ളൂ. മറ്റേത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് വശമില്ല. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് മറ്റേ നമ്മളുടെ സാധാരണ എരിവുള്ള മുളക് പൊടി ഇടുമ്പോഴത്തേക്ക് എനിക്ക് അളവൊക്കെ മാറിപ്പോകും. നമ്മൾ കാശ്മീരി ഇടുന്നതിൻ്റെ അത്രയും ഒന്നും ഇടണ്ടല്ലോ എരിവുള്ള മുളക് പൊടി ഇടണമെങ്കിൽ. ഇത് ജസ്റ്റ് കളറ് കിട്ടാനും എന്നാൽ എരിവുണ്ട് താനും, ശകലം എരിവുണ്ട് താനും. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇച്ചിരി കുടംപുളിയും ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പൊടിയിടുന്ന സമയത്തുണ്ടല്ലോ തീ ഒന്ന് സിമ്മിലാക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ന് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണേ. നല്ല രീതിയിൽ തന്നെ വെള്ളം വെട്ടി തിളയ്ക്കണേ, എന്നാൽ മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മീൻ പൊടിഞ്ഞു പോകില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനെ ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തവി യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ രണ്ട് സൈഡിലും തുണിയൊക്കെ പിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് തവിയും കൊണ്ട് എടുക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ആ നടുഭാഗമില്ലേ, നടുവിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ജസ്റ്റ് ആ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അന്നേരം ഇളകിയിരുന്നോളും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇനിയൊരു കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പം നന്നായിട്ട് വെട്ടി തന്നെ തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് തവിയൊക്കെ ഇട്ട് നോക്കുകയാണ്, ഉപ്പ് ഒക്കെ പാകത്തിനാണോ നോക്കുകയാണേ. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് എന്താ പറയുക, ചുറ്റിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞാലൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, ഇതെങ്ങനെയാണ് പറയുന്നതെന്നൊന്നും. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, ഞാൻ എന്താ ഇങ്ങനെ പറയുന്നതെന്നൊന്നും വിചാരിക്കല്ലേ. ഇവിടെ മീൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ മീൻ അങ്ങനെ കഴിക്കാത്തത് അമ്മ മാത്രമേ ഉള്ളൂ കഴിക്കാത്ത. അമ്മ മീൻ ഇറച്ചി അങ്ങനെയൊന്നും കഴിക്കുകയൊന്നുമില്ല. പിന്നെ പിള്ളേർക്ക് എന്തായാലും മീൻ അവർക്ക് വേണ്ടിയിട്ടാണ് മീൻ വാങ്ങിക്കുന്നത് ശരിക്കും. ഇതിപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാനത് ഇളക്കി കൊടുക്കുന്ന രീതി കണ്ടില്ലേ. ഇങ്ങനെ ഓരോ സൈഡിൽ ഇതാക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയേ. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തായിരുന്നേ. ഇതാ ഇവിടെ കണ്ടില്ലേ, നമ്മളുടെ മീൻ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇത് പറ്റിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ കുടംപുളി ഇട്ട് വെച്ച മീനൊക്കെ നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അതങ്ങനെ തന്നെയാണല്ലോ, കാരണം ഉപ്പും പുളിയൊക്കെ പിടിച്ച് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക്
അതിനൊരു നല്ലൊരു ടേസ്റ്റായിരിക്കും. എല്ലാം പാകത്തിന് പിടിച്ച് നമ്മൾ അന്നേരം തന്നെ കറി വെച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് അത്രയും ടേസ്റ്റൊന്നും ഈ മീൻ കറിക്ക്, അത് ഏത് മീൻ കറിയാണെങ്കിലും നമുക്ക് അത്രയും ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മെഴുക്കുവരട്ടി ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതങ്ങ് ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് അപ്പുറത്തെ അടുപ്പിൽ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനങ്ങ് പോയി, അച്ഛൻ്റെ പണിയൊക്കെ ആയിട്ടങ്ങ് പോയി. അപ്പം ഞാൻ ഈ നമ്മളുടെ 2 പണിയും കൂടെ നടക്കുമല്ലോ, ഇപ്പറേ മീനും ആകും അപ്പറേ മെഴുക്കുവരട്ടിയും ആകുമല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ 2 കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഉപ്പ് നോക്കുന്നുണ്ട്. എനിക്ക് ഈ ഉപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് പിശുക്കുള്ള കൂട്ടത്തിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും പറയും അവൾ ഇടുന്ന സാധനത്തിന് ഉപ്പ് കാണത്തില്ല എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കുന്നുണ്ട്. പുളി പിന്നെ നമുക്ക് അറിയാമല്ലോ. പക്ഷേ ഉപ്പ് എനിക്ക് ഉപ്പ് വേണ്ട ആളാണ്, പ്രഷറും ഒക്കെ കുറവുള്ള ആളാണ്. പക്ഷെ ഞാൻ ഉപ്പിടുന്നത് വളരെ കമ്മിയായിട്ടാണ് ഉപ്പിടുന്നത്. അത് കാരണം മിക്ക കറികൾക്കും എനിക്ക് ഉപ്പ് അഡീഷണലായിട്ട് ഞാൻ ചേർക്കേണ്ടി വരും. ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ കറി താണ്ടേ ഇവിടെ നല്ല സൂപ്പർ ടെക്സ്ചറിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ അടുപ്പത്തിലേക്ക് വാങ്ങി വെക്കുകയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നതേ ഉള്ളേ. മീൻ വറുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, സിമ്പിളാണല്ലോ അല്ലേ. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിലും എനിക്ക് ഇച്ചിരി ഒരു ഇതുണ്ട്. എനിക്ക് എണ്ണ കൂടുതൽ വേണം കേട്ടോ ഈ മീൻ വറക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് വറക്കാനായിട്ടൊക്കെ. ഈ ശകലം നല്ല വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് മുരിച്ചെടുക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ മീൻ വറുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു നല്ലൊരു ടെക്സ്ചറും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ മീൻ കഴിക്കുന്നതാണ് നല്ലത്. അത് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അത് നമ്മളുടെ ആരോഗ്യത്തിനും നമ്മളുടെ ശരീരത്തിനും അത്രയ്ക്ക് എണ്ണയും അത്രയ്ക്ക് മുരിച്ചെടുക്കുന്നതും ഒന്നും അത്രയ്ക്ക് നല്ലതല്ല. അതും കൂടി ഒന്ന് പറയുകയാണ്. കുറച്ച് ഹെൽത്ത് കോൺഷ്യസും കൂടെ ആകണം. ഞാനങ്ങനെ ഹെൽത്ത് കോൺഷ്യസോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അത് കാരണമാണ് പറയുന്നത്. അപ്പം എനിക്കിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വറക്കാനുള്ള മീനൊക്കെ ഓരോന്നോരോന്നായിട്ടിട്ട് നല്ല രീതിയിൽ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് മുരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ക്ലീനിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നടക്കുന്നുമുണ്ട്. അപ്പം നിങ്ങൾക്ക് കോട്ടയം സ്റ്റൈലിലുള്ള കുടംപുളി ഇട്ട് വെച്ച മീൻകറി ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമ്മളുടെ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക, നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ ദേ പറഞ്ഞ് നമ്മളുടെ മീൻ ഇവിടെ വറുത്ത് എടുത്തിട്ടുമുണ്ട് കേട്ടോ. നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന മീൻ വറുത്തതും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ദിവസം വേറൊരു എപ്പിസോഡിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.